ഹായ് ഹലോ നമസ്കാരം. ഞാൻ ബിന്ദു ബാബുരാജൻ. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ ദുബായ് ഫ്രെയിം കാണാൻ പോയപ്പം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ദുബായ് ഫ്രെയിം വെളിയിൽ ഇതേ കാണാൻ പറ്റുള്ളൂ. കാരണം ഞാൻ എത്തിയപ്പോൾ താമസിച്ചു പോയി. ഇതിന് മുമ്പും പലതവണ പോയപ്പോഴും എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അത് ക്ലോസ് ചെയ്തു. 9 മണിക്ക് അത് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് കുറേ സെൽഫിയൊക്കെ എടുക്കാനേ എനിക്ക് സാധിച്ചുള്ളൂ. എന്തായാലും ഒന്ന് കാണണം. പലതവണ പോയിട്ട് എനിക്കിത് കാണാൻ പറ്റില്ല. എന്താണാവോ. എന്തായാലും അവിടെ പോയി നമ്മൾ കുറച്ച് ഫോട്ടോയും സെൽഫിയും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ടിഞ്ഞ് പോരുന്നു. കാരണം നമ്മൾ ഡ്രാഗൺ മാർട്ടിൽ നിന്നൊക്കെ ഇറങ്ങാനായിട്ട് താമസിച്ചു പോയി. അപ്പോഴിവിടെ എത്തിയപ്പം ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ 9:30 മണി കഴിഞ്ഞ്. അപ്പോഴവിടെ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇനി മടങ്ങാനേ സാധിച്ചുള്ളൂ. എന്തെങ്കിലും ഞാൻ എന്തായാലും പോകുന്നതിന് മുമ്പ്, നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ പോയിട്ടൊന്ന് വീഡിയോ പിടിക്കാനായിട്ട് ശ്രമിക്കും. എൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം നമ്മളിവിടം വരെ വന്നിട്ട് പലതവണ ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോഴൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അന്നും എനിക്ക് എന്തോ കയറാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഉള്ളിൽ എന്താണ് എൻ്റെ ഉള്ളിൽ സംഭവമൊന്നും ഇങ്ങനെ വെളിയിൽ നിന്ന് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ ഈ ദുബായ് ഫ്രെയിമിൽ എല്ലാവരും ദുബായ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഞാനും അത് തന്നെ ചെയ്തു. വലിയ തിരക്കും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നല്ല ചൂടാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് പുറത്തിറങ്ങാനൊക്കെ വലിയ പാടാണ്. ഇതാണ് ദുബായ് ഫ്രെയിം, കണ്ടോ. അവിടെ ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാവരും പിരിഞ്ഞു പോയി. അവിടെയൊന്നും ആരുമില്ല. പിന്നെ നമ്മളും അവിടെ ഇതുപോലെ നമ്മളെപ്പോലെ വന്ന കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കണ്ടിട്ട് നല്ലൊരു സംഭവമാണെന്ന് തോന്നുന്നു. ഉള്ളിൽ കയറിയാലല്ലേ അറിയൂ അവിടെ ഉള്ളിൽ എന്താണെന്ന്. എന്തായാലും ഉള്ളിൽ കയറുന്നതിന് എൻട്രി ഫീസുണ്ട്. 50 ദിർഹം കണ്ടാണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ. ഇനി അതിൽ കുറവാണെങ്കിൽ ഞാൻ വന്ന് തെറ്റ് പറഞ്ഞു എന്ന് പറയില്ലേ. അതുകൊണ്ട് എനിക്കറിയില്ല. 50 ദിർഹം ആയിരിക്കുമെന്ന് ബ്രദർ പറഞ്ഞതാണ്. എനിക്കറിയില്ല. നമ്മൾ പിന്നീട് അവിടെ കുറച്ച് നേരം കൂടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ പോയി കേട്ടോ. കാരണം പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. രാത്രി ആയിക്കഴിഞ്ഞു. മാളിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ക്ലോസ് ചെയ്ത് എന്താണാവോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ വിജയം. ഒരാളിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണല്ലോ എല്ലാവർക്കും വിജയിക്കാൻ പറ്റുക. ഒരാൾ മാത്രം നിന്നിട്ട് എന്താ ചെയ്യുക. അപ്പോൾ സർവം കൃഷ്ണാർപ്പണമസ്തു.